നമുക്ക് ഈ ജോലി വേണ്ട, നാട്ടിലേക്ക് പോകാം. ഞാനൊരു ജോലിക്ക് കയറാം. കണ്ണൻ കണ്ണൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യും. കുടുംബത്തെപ്പറ്റി ആവലാതിപ്പെടേണ്ട, ഞാൻ നോക്കിക്കോളാം. 2021 ഡോക്ടർ സൗമ്യ സരിൻ എഴുതിയ പോസ്റ്റിലെ ഒരു ഭാഗമാണിത്. എത്ര മനോഹരമായ വരികൾ! ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം പാതിയുടെ ഈ ഒറ്റ നിലപാടാണ്. പ്രണയത്തിനും അപ്പുറമാണ് സ്നേഹമെന്ന് തെളിയിക്കുന്നതാണ് ഡോക്ടർ സൗമ്യ സരിൻ്റെ ഈ പോസ്റ്റ്. പ്രേമിച്ച കാലത്തെ സ്നേഹമൊന്നും ഇപ്പോൾ ഇല്ല. അന്ന് എന്തൊക്കെയായിരുന്നു, ഒക്കെ വെറുതെ ആയിരുന്നല്ലേ. കല്യാണം കഴിഞ്ഞതോടെ എല്ലാം തീർന്നു. നമ്മൾ പലപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പരാതിയാണ് അല്ലേ, പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങളിൽ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുകയാണ് ഡോക്ടർ സരിൻ്റെയും ഡോക്ടർ സൗമ്യ സരിൻ്റെയും ജീവിതം. പ്രേമിച്ചു നടന്ന കാലത്ത് തന്നെ സരിൻ തൻ്റെ ഭാവിയെപ്പറ്റി വളരെ വ്യക്തത പുലർത്തിയിരുന്ന ആളായിരുന്നു. ഡോക്ടർ വിഭാഗത്തിന് പഠിക്കുമ്പോഴും അത് കഴിഞ്ഞ് സിവിൽ സർവീസ് എന്നും അതിനുശേഷം പൊതുപ്രവർത്തനം എന്നുമൊക്കെ സ്പഷ്ടമായി എന്നോട് പറഞ്ഞതാണ്. ഡോക്ടർ ദമ്പതികൾ എന്ന സുഖലോലുപത പ്രതീക്ഷിക്കരുത് എന്ന് ചുരുക്കം. അന്നൊക്കെ ഞാനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു, എല്ലാത്തിനും സമ്മതം മൂളി. സരിൻ വൈദ്യപഠനം കഴിഞ്ഞു ഡൽഹിയിലേക്ക് പോയി. ഹൗസ് സർജൻസിയുടെ കൂടെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങിനും പോയി തുടങ്ങി. ആദ്യ ചാൻസിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി. ഇന്ത്യൻ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസിൽ പോസ്റ്റിംഗ് ലഭിച്ചു. ഞാൻ വളരെ ഹാപ്പിയായി. അപ്പോഴേക്കും കല്യാണ നിശ്ചയം കഴിഞ്ഞിരുന്നു. വൈകാതെ കല്യാണവും, എല്ലാം ശുഭം. പയ്യൻ ഡോക്ടർ, അതുകൂടാതെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ജോലികളിൽ ഒന്നായി കണക്കാക്കുന്ന സിവിൽ സർവീസിൽ പ്രവേശനവും ലഭിച്ചിരുന്നു. ഇനി എന്ത് വേണം? ശിശുരോഗ വിഭാഗത്തിലെ എൻ്റെ PG കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞപ്പോഴേക്കും സരിൻ്റെ ട്രെയിനിങ്ങും കഴിഞ്ഞു. ആദ്യ പോസ്റ്റിംഗ് തിരുവനന്തപുരം, ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായി. ഞാൻ ജില്ലാ ആശുപത്രിയിലും ചേർന്നു. സന്തോഷം നിറഞ്ഞ ജീവിതം. സർക്കാർ ചിലവിൽ താമസം, കാർ, ഡ്രൈവർ, അങ്ങനെയെല്ലാം. സംഗതി കൊള്ളാലോ എന്ന് എനിക്കും തോന്നി തുടങ്ങി. പതുക്കെ പതുക്കെ പഴയ സ്വപ്നങ്ങളെല്ലാം ഞാൻ മറന്നു തുടങ്ങി. ഇത്രയും സുഖസൗകര്യങ്ങളും പദവിയുമുള്ള ജോലി സരിൻ ഒരിക്കലും കളയില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പൊതുപ്രവർത്തനവും രാഷ്ട്രീയവുമൊക്കെ ഇനി മറന്നോളുമെന്ന് കരുതി. വൈകാതെ ഞങ്ങൾക്ക് ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫറായി. പക്ഷേ സരിൻ വളരെ അസ്വസ്ഥനായിരുന്നു. ഒരു സന്തോഷവുമില്ല. എന്നും ജനങ്ങളുടെ ഇടയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച സരിനെ ഓഫീസിൻ്റെ 4 ചുവരുകൾ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറ്റില്ലെന്ന് പലതവണ എന്നോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സ്വാർത്ഥയായ ഏതൊരു ഭാര്യയും പോലെ അതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. ഒരു കുടുംബം നോക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് സരിനെ പിടിച്ചുകെട്ടി. ഒരു പെൺകുട്ടിയാണ് വളർന്നു വരുന്നത്, വെറുതെ കളിക്കരുതെന്ന് ചുറ്റും നിന്ന് ബാക്കിയുള്ളവരും ഏറ്റുപാടി. ജീവിതം മുന്നോട്ട് പോയി. പക്ഷെ ഞങ്ങളുടെ ദിനങ്ങളിൽ നിന്ന് സന്തോഷവും പ്രണയവുമെല്ലാം ചോർന്നുപോയി. ഒരുപാട് വായിച്ചിരുന്ന കിസ് ചാമ്പ്യനായിരുന്ന സരിൻ ഒരു ന്യൂസ് പേപ്പർ പോലും വായിക്കാൻ മടിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. ഒരു യന്ത്രം പോലെ രാവിലെ ഓഫീസിലേക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. മുന്നേ പറഞ്ഞ എല്ലാ സുഖസൗകര്യങ്ങളും അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതം കൈവിട്ടു പോവുകയായിരുന്നു. ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഈ സരിനെ ആയിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടത്? ഈ സരിനെ കിട്ടാനായിരുന്നു ഞാൻ ഒറ്റക്കാലിൽ നിന്നത്? അല്ല, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന സരിൻ ഇതല്ല. ചിന്തകളിൽ വ്യത്യസ്തനായിരുന്ന, മുൻചുണ്ടിക്കാരനായിരുന്ന, എന്തും വ്യത്യസ്തമായി ചെയ്യണം എന്നാഗ്രഹിച്ചിരുന്ന, ഈ ലോകത്തിന് ഞാൻ കാരണം എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്ന സരിനെയായിരുന്നു. ആ സരിനെ നഷ്ടപ്പെടുകയാണ്. ഇത് മറ്റാരോ ആണ്. നമുക്ക് ഈ ജോലി വേണ്ട, നാട്ടിലേക്ക് പോകാം. ഞാനൊരു ജോലിക്ക് കയറാം. കണ്ണൻ കണ്ണൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യും. കുടുംബത്തെപ്പറ്റി ആവലാതിപ്പെടേണ്ട, ഞാൻ നോക്കിക്കോളാം. രണ്ടും കൽപ്പിച്ചു ഞാൻ പറഞ്ഞു. അന്ന് സരിൻ്റെ കണ്ണുകളിൽ എത്രയോ കാലത്തിന് ശേഷം നഷ്ടപ്പെട്ട ആ പ്രണയം ഞാൻ കണ്ടു. ചിറകുകൾ കൂട്ടിക്കെട്ടിയ ഒരു പക്ഷിയെ തുറന്നുവിട്ട പോലെയായിരുന്നു അത്. നാട്ടിൽ വന്നതിന് ശേഷം സരിൻ അനുഭവിച്ച കാര്യങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വഴിയിൽ ചവിട്ടുന്ന മുള്ളുകൾ എന്നെയും നോവിച്ചിട്ടുണ്ട്. എത്രയോ തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമുക്കിത് വേണോ? അപ്പോഴൊന്നും ആ കണ്ണിൽ നിരാശ അല്പം പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാൻ ആഗ്രഹിച്ചതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, അത് മതി എന്ന ഉത്തരം മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിനെയും അങ്ങനെ തന്നെ ആയിരിക്കും. കൂട്ടിലടക്കാതെ സ്വതന്ത്രമായി വിടുക. ആ സ്നേഹം നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. അല്ലാത്തതൊന്നും പ്രണയമായിരുന്നില്ല. തൻ്റേത് മാത്രമായി അടക്കി പിടിക്കാതെ അയാളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുകൂടിയ ഡോക്ടർ സൗമ്യയാണ് യഥാർത്ഥത്തിൽ സരിൻ്റെ ശക്തി എന്ന് തന്നെ പറയാം.